ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു പാർട്ടി ഹെന്ന നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടിപ്പിൽ ഇതുപോലെ ഒരു മിനാരം പോലെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണിത്. നമുക്ക് കൈൻ്റെ പുറകുവശത്തൊക്കെ ഇടാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് തിക്കാക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഹംസ് കൊടുക്കുക. നമ്മൾ പഠിച്ച എലമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്കിനി നല്ല രീതിയിൽ ഒരുപാട് ഡിസൈൻസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെയും ഓരോ ക്ലാസ്സിലും എടുത്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഡിസൈൻസ് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ സ്പൈറൽ ഫ്ലവർ കൊടുക്കണം കേട്ടോ. ഇതേ രീതിയിൽ സൈഡിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു ടിപ്പിൽ മാത്രം നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തണുള്ളൂ. നമ്മൾ പഠിച്ച ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ചന്ദ്രക്കല പോലെ കൊടുത്തിട്ടുള്ള അത് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്പൈറൽ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് കുഞ്ഞു ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ഫിംഗറിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കാം. കുറച്ച് സ്പേസ് എടുത്തിട്ട് വേണം ഈ ഒരു സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലെല്ലാം നമ്മൾ വൈൻസ് കൊടുക്കണം. പിന്നെ സെൻറ്ററിൽ ഒരു സർക്കിളും കൊടുക്കും. അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കാൻ. ഈ രീതിയിൽ രണ്ട് സൈഡിലും വൈൻസ് വരച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഹെന്ന പഠിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലീസിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വൈൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സർക്കിൾസ് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സർക്കിൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പൈറൽ വരച്ച് കൊടുക്കാം. കുറേ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്പൈറൽ ഫ്ലവർ വരച്ച് കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ ഗ്രിഡ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഫിംഗറിൽ ഇതേപോലെ തിക്ക് ലൈനും തിൻ ലൈനും വരച്ച് കൊടുക്കുക, ഹംസ് കൊടുക്കുക, പിന്നെ ഇതേപോലെ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ മുകളിൽ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഈ ലീഫ് വരക്കാനുള്ള കറക്റ്റായിട്ടുള്ള സ്പേസ് കിട്ടും. അടുത്ത വിരൽ ചെയ്യുമ്പോൾ പറയാം. അതേപോലെ തിൻ ലൈന്, പിന്നെ തിക്ക് ലൈന്, തിൻ ലൈന്, ഹംസ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈന് കുറച്ച് ഡിസ്റ്റൻസിൽ ഇട്ട് കൊടുത്തിട്ട് അതിനുള്ളിൽ ഇതുപോലെ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ പഠിച്ച ലീഫ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് എല്ലാ ഫിംഗറിലും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫിംഗറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നും ഡിസൈൻസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ ഫിംഗറിലും ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഫ്ലവർ ഇവിടെയും വരച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ആ മിനാരത്തിൻ്റെ ടിപ്പിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ അതിൻ്റെ നേരായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഒരു ചന്ദ്രക്കല കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ. ഓക്കെ, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വലുതും ചെറുതുമായിട്ടുള്ള ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇനി നമുക്കിവിടെ കുറച്ച് വൈൻസും ഡ്രോപ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഡ്രോപ്സ് ഇങ്ങനെ ഇട്ടിട്ട് അത് വേണമെങ്കിൽ വൈൻസ് ആക്കാം, അല്ലെങ്കിൽ ഡ്രോപ്സ് തന്നെ കൊടുത്തിട്ട് ടിപ്പിൽ മാത്രം വൈൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഓരോന്നും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വരയ്ക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പേജിൽ വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്കറിയില്ല. നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈൻ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് സെമി ബ്രൈഡൽ ഡിസൈൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.